Dear students, now you will study to sketch the following regions. First question, sketch the region and state whether it is closed, open, and or bounded. First question, real Z greater than or equal to 1 and imaginary Z less than or equal to 1. First question ഇതാ. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഈ രണ്ട് കണ്ടീഷൻസും റിയൽ ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവണം, ഇമാജിനറി ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവണം. ഈ രണ്ട് കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നമുക്ക് നമ്മുടെ റീജിയൻ. അപ്പോൾ നമുക്ക് വരയ്ക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കോർഡിനേറ്റ് ഇസഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എക്സ് പ്ലസ് ഐ വൈ ആണ്, നമുക്ക് അറിയാം നിങ്ങൾക്ക്. അപ്പോൾ അതിൽ നമ്മൾ ഇത് 0 1 2 അങ്ങനെ വരും, -1 -2 അങ്ങനെ വരും, ഇത് 1 2 അങ്ങനെ മുകളിലോട്ട് പോവും, താഴോട്ട് -1 -2 എന്ന് വരും. അപ്പോൾ റിയൽ ഇസഡ് അതുപോലെ ഇസഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എക്സ് പ്ലസ് ഐ വൈ. റിയൽ ഇസഡ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? റിയൽ ഇസഡ് എക്സും ഇമാജിനറി ഇസഡ് എന്ന് വെച്ചാൽ വൈയും ആണ് അല്ലേ. അപ്പോൾ റിയൽ ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റീജിയൻ ആയിരിക്കും? ഇങ്ങോട്ടുള്ള റീജിയൻ ആയിരിക്കും അല്ലേ. എന്താണ് 1? അപ്പോൾ ഇവിടുന്ന് ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഇങ്ങോട്ടുള്ള ഇതായിരിക്കും റിയൽ ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. 1 വരും ഇങ്ങനെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. ഇനി ഇമാജിനറി ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? ഇതാണ് y ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. y ഈക്വൽ ടു 1 ആണ് ഇത് അല്ലേ. ഇതാണ് y ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ. വേറെ കളർ ഇട്ട് വരയ്ക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ. y ഈക്വൽ ടു 1 ഇതാണ്. y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇവിടെ ഇങ്ങോട്ട് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും, താഴോട്ടായിരിക്കും y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇങ്ങനെയായിരിക്കും അല്ലേ. ഇതാണ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇങ്ങോട്ട് എല്ലാം വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഈ രണ്ട് കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഭാഗം ഏതാണ്? ഈ പാർട്ടാണ് അല്ലേ. ഇത് അതായത് ഈ ഭാഗം അല്ലേ. ഇവിടെ ഈ ഭാഗമാണ് ഈ രണ്ട് കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അല്ലേ. ഇവിടെ പിന്നെ രണ്ട് കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ ഭാഗമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക? ദിസ് പാർട്ട് ഈസ് ദി റിക്വയർഡ് റീജിയൻ അല്ലേ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എഴുതാം. Real Z greater than or equal to 1 means x greater than or equal to 1 and y less imaginary Z less than or equal to 1 means y less than or equal to 1. That is എഴുതാം കേട്ടോ. That is ആൻസർ എഴുതുകയാണ് ഞാൻ. x greater than or equal to y less than or equal to 1 is the required region. Required region. The given region is ഈ നോക്കുമ്പോൾ the given region is closed but closed അല്ലേ ഈ റീജിയൻ എന്ന് പറയുന്നത്. ഈ രണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലിമിറ്റ് പോയിന്റ്സ് ആയ 1 എല്ലാം ഇതിൽ ക്ലോസ്ഡ് ആണ്.
the region is closed but not open. ഇനി എന്താണ് നോക്കാം. ക്ലോസ്ഡ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എ സെറ്റ് എസ് ഈസ് ക്ലോസ്ഡ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഓഫ് ഇറ്റ്സ് ലിമിറ്റ് പോയിന്റ്സ്. ലിമിറ്റ് പോയിന്റ്സ് എല്ലാം കണ്ടെയ്ൻ ചെയ്യുമെങ്കിൽ ക്ലോസ്ഡ് ആണെന്നറിയാം. ഓപ്പൺ ആവണമെങ്കിൽ ഇഫ് എവരി പോയിന്റ് ഓഫ് ദ സെറ്റ് ഈസ് ആൻ ഇന്റീരിയർ പോയിന്റ് ആവണം. ഇവിടെ അങ്ങനെ ആവില്ല അല്ലേ? എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഇതിന്റെ വെളിയിൽ പോയിന്റ്സ് വരാം. എവരി പോയിന്റ് ഓഫ് ദ സെറ്റ് ഈസ് ആൻ ഇന്റീരിയർ പോയിന്റ്. ഇപ്പൊ ഇവിടെയൊക്കെ ബൗണ്ടറിയിൽ എടുക്കുകയാണെങ്കിൽ അത് ഇന്റീരിയർ പോയിന്റ് ആവില്ല. അതുകൊണ്ട് ഇത് ഓപ്പൺ അല്ല, പക്ഷെ ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഓപ്പൺ എന്താണ് ഇനി ഇത് ഡൊമൈൻ ആണോ ഡൊമൈൻ അല്ലേ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്താണ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കണക്റ്റഡ് ഓപ്പൺ സെറ്റിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയാം. അപ്പൊ ഇത് ഡൊമൈൻ ആണോ? ഇവിടെ ഓപ്പണേ അല്ല. അപ്പൊ പിന്നെ ഇത് എങ്ങനെയാണ് ഇത് ഡൊമൈൻ ആവാൻ പറ്റുമോ? ഇറ്റ് ഈസ് നോട്ട് എ ഡൊമൈൻ. ഇറ്റ് ഈസ് നോട്ട് എ ഡൊമൈൻ. ഡൊമൈൻ അല്ല, ബട്ട് ഇറ്റ് ഈസ് കണക്റ്റഡ്. കണക്റ്റഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇതെല്ലാം പഠിപ്പിച്ചാണ്. കണക്റ്റഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മൾ ഇഫ് എനി 2 points of a given set S can be joined by a polygonal line consisting of a finite number of line segments joins end to end such that the polygonal line lies completely within the set as then it is a connected set. ഇതാണ് നമ്മുടെ റിക്വയർഡ് റീജിയൻ എന്ന് പറയുന്നത്. ഈ പാർട്ടാണ് അല്ലെ? ഇങ്ങോട്ടുള്ള ഈ പാർട്ടൊക്കെയാണ് വരുന്നത്. ആ റിക്വയർഡ് റീജിയനിൽ ഏതെങ്കിലും 2 പോയിന്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏത് 2 പോയിന്റ്സ് എടുത്താലും അത് തമ്മിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ആ റീജിയന്റെ ഉള്ളിൽ തന്നെ കിടക്കുമെങ്കിലാണ് അത് കണക്റ്റഡ് എന്ന് പറയാം. അപ്പൊ ഇവിടെ അങ്ങനെയല്ലേ കിടക്കുന്നത്? അപ്പൊ ദിസ് ഈസ് എ കണക്റ്റഡ് സെറ്റ് ആയിരിക്കും. മനസ്സിലായോ? ഇറ്റ് ഈസ് നോട്ട് ബൗണ്ടഡ്. ബൗണ്ടഡ് ആണോ എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും അല്ലേ? ഇത് ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും, താഴോട്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ബൗണ്ടഡ് അല്ല അല്ലേ? അത് ഒരു സ്ഫിയറിന്റെ ഉള്ളിൽ നമുക്ക് ഒരു സർക്കിളിന്റെ ഉള്ളിൽ ആക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കത് ഒരിക്കലും ബൗണ്ടഡ് അല്ല. അപ്പൊ അതും കൂടെ എഴുതാം. ഇറ്റ് ഈസ് നോട്ട് ബൗണ്ടഡ് സിൻസ് വി cannot find a circle mod z equal to r containing the region. മനസ്സിലായോ? ഇതാ ഈ ഭാഗമാണ് നമുക്ക് ഗിവൺ റീജിയൻ ഇതാണെന്ന് നിങ്ങൾ കാണിക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് കാണിച്ചാലും മതി. ഇതാണ് ഗിവൺ റീജിയൻ ഈസ് ദ ഷെയ്ഡഡ് റീജിയൻ എന്നിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചാലും മതി. ഏതെങ്കിലും കളർ വെച്ചിട്ടോ ഒന്ന് ഷെയ്ഡ് ഗിവൺ റീജിയൻ ഈസ് ദ ഷെയ്ഡഡ് റീജിയൻ എന്നിട്ട് കാണിക്കാം. ഇങ്ങനെ മനസ്സിലായോ? ഇതാണ് പിന്നെ നമുക്ക് ഉള്ള ഈ റീജിയനാണ് നമ്മുടെ ഈ 2 കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ആയിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പ്രോബ്ലം. ഇത് തന്നെ നമുക്ക് വേറെ റീജിയൻ വരയ്ക്കാം. അടുത്ത പ്രോബ്ലം second problem is modulus of 2z plus 3 greater than 4 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് മോഡുലസ് ഓഫ് 2z പ്ലസ് 3യെ നമ്മൾ കുറച്ച് മാറ്റി എഴുതണം. അത് സർക്കിൾ ആയിട്ടാണ് വരിക. അപ്പോൾ അത് എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ മാറ്റി എഴുതണം. അത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മൾ z മൈനസ് എ മോഡുലസ് ഓഫ് z മൈനസ് എ ഈക്വൽ ടു ആർ എന്നുള്ള ഫോമിൽ ഇത് നമുക്ക് എഴുതണം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് എഴുതാം ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 2 ഇൻറ്റു z പ്ലസ് 3/2 എന്ന് എഴുതിക്കോട്ടെ. ഇതിനെ ഗ്രേറ്റർ ദാൻ 4 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എഴുതാം 2 modulus of z plus 3/2 is greater than 4/2, that is 2, which implies that modulus of z minus negative 3/2 is greater than 2 എന്ന് വരും. അപ്പോൾ എന്താണ് which implies that modulus of z minus z minus negative 3/2 equal to 2 represents a circle with center negative 3/2 0 and radius 2. മനസ്സിലായത്?
സർക്കിൾ വിത്ത് സെൻറ്റർ -3/2 0 ആൻഡ് സെൻറ്റർ എന്തായിരിക്കും? സെൻറ്റർ 2 ആയിരിക്കും. അപ്പോൾ ഗ്രേറ്റർ ദാൻ 2 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ സർക്കിളിന്റെ വെളിയിലുള്ള ഭാഗം എന്നായിരിക്കും അല്ലേ? ദിസ് ഇസ് ദ സർക്കിൾ. അപ്പം ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുമ്പോൾ ആ സർക്കിളിന്റെ വെളിയിലുള്ള ഭാഗമായിരിക്കും. അത് നമുക്ക് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനത് വരയ്ക്കാൻ പോവാണ്. ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ നമ്മളെടുത്ത് വരയ്ക്കുമ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ ഇതാണ് -3/2 എന്ന് വിചാരിക്കുക. ഇങ്ങോട്ടാണല്ലോ വരിക -3/2. -1.5 എന്നല്ലേ അർത്ഥം? -3/2 0 എന്ന് വെച്ചാൽ ഈ പോയിന്റ് ആയിരിക്കും അല്ലേ? എക്സ് -3/2 0. അപ്പോൾ ഇങ്ങനെ വരും ഇവിടെ. റേഡിയസ് ഇവിടെ റേഡിയസ് 2 ആയിട്ട് നമ്മൾ വരയ്ക്കണം. റേഡിയസ് 2 ആയിട്ട് വരയ്ക്കുമ്പോൾ എങ്ങനെ? അപ്പോൾ കുറച്ച് ഭാഗം ഇങ്ങോട്ട് വരും. ഇത് -3/2 എന്ന് വെച്ചാൽ -1.5 എന്നല്ലേ അർത്ഥം? -1.5 0.5 ഇങ്ങോട്ടും കൂടെ വരേണ്ടി വരും. സർക്കിളിൻ്റെ 0.5 ഇങ്ങോട്ടും കൂടെ വരേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരും സർക്കിള്. നിങ്ങൾ വരച്ച് നോക്കുക, ഇങ്ങനെ സർക്കിൾ വരും. ഇതായിരിക്കും സർക്കിള്. അപ്പോൾ -3/2 0 സെൻറ്റർ ആയിട്ട് റേഡിയസ് പിന്നെ എവിടെ വരയ്ക്കാം? ഇവിടെ എഴുതാം, ഇവിടേക്ക് എഴുതാം. പിന്നെ റേഡിയസ് റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളാണിത്. ഓക്കെ, അപ്പോൾ ഞാൻ സർക്കിൾ വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി മോഡുലസ് ഓഫ് Z - -3/2 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ സർക്കിൾ ഇത്. ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സർക്കിളിൻ്റെ പുറം ഭാഗമാണ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നത്. ഈ സർക്കിളിൻ്റെ പുറം വശം വരും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വരും. ഇതായിരിക്കും സർക്കിളിൻ്റെ ഈ ഭാഗമായിരിക്കും അത്. ഇങ്ങനെ വരും. സർക്കിളിൻ്റെ പുറം വശമായിരിക്കും. പിന്നെ ഇത് ഈ റിക്വയർഡ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ എഴുതാം മോഡുലസ് ഓഫ് 2z + 3 > 4 represents the ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, represents the exterior of the circle -3/2 0 and radius 2 അല്ലേ? ഇനി എന്ത് പറയാൻ പറ്റും? ഇനി the region is the shaded region. The region is the shaded region. ഇനി ഈ റീജിയനെ പറ്റി നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? റീജിയൻ ഈസ് ഓപ്പൺ. ദ റീജിയൻ ഈസ് ഓപ്പൺ എന്ന് പറയാം അല്ലേ? ദ റീജിയൻ ഈസ് ഓപ്പൺ. ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുമ്പോൾ ഈ ഇവിടെയുള്ള പോയിന്റ്സ് വരില്ല. ഇവിടുന്ന് ഇതിൻ്റെ അപ്പുറത്തുനിന്നുള്ള പോയിന്റ്സ് ഇങ്ങോട്ടുള്ള പോയിന്റ്സേ വരുള്ളൂ നമുക്ക്. അപ്പോൾ എന്താണ്? ദ റീജിയൻ ഈസ് ഓപ്പൺ. ഏതൊരു പോയിന്റ് എടുത്താൽ അതിനെ ചുറ്റി നമുക്കൊരു നെയ്ബർഹുഡ് കണ്ടുപിടിക്കാം. അത് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയും ചെയ്യും. അപ്പോൾ ദ റീജിയൻ ഈസ് ഓപ്പൺ, അതുകൊണ്ട് ഓപ്പൺ ആയിരിക്കും. ബട്ട് നോട്ട് ക്ലോസ്ഡ്. വൈ ബട്ട് നോട്ട് ക്ലോസ്ഡ്? എന്തുകൊണ്ട് ക്ലോസ്ഡ് അല്ല? സിൻസ് ബൗണ്ടറി പോയിന്റ്സ് ഉണ്ടോ? ബൗണ്ടറി പോയിന്റ്സും കൂടെ വന്നാൽ മാത്രമേ ക്ലോസ്ഡ് ആവുള്ളൂ. ബട്ട് നോട്ട് ക്ലോസ്ഡ് സിൻസ് the boundary points are not included. Boundary points of the circle are not included അല്ലേ? In the region. അതുകൊണ്ട് ക്ലോസ്ഡ് അല്ല. പിന്നെ കണക്റ്റഡ് ആണോ നോക്കൂ. ഏതെങ്കിലും 2 പോയിന്റ്സ് ഇതിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് തമ്മിൽ വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് ഇതിൻ്റെ ആ റീജിയൻ്റെ ഉള്ളിൽ തന്നെയാണ് കിടക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പിന്നെ എന്താണ്? കണക്റ്റഡ് ഇറ്റ് ഈസ് കണക്റ്റഡ്
കണക്റ്റഡ്. പിന്നെ അതുകൊണ്ട് പിന്നെന്താണ്, അപ്പം അതുകൊണ്ട് തന്നെ അതെന്താവും, ഡൊമൈൻ ആവും. എന്തുകൊണ്ടാണ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള പറയൂ. എ കണക്റ്റഡ് ഓപ്പൺ സെറ്റ് ആണ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ therefore it is a domain. So it is a domain. ഡൊമൈൻ ആവും എന്ന് പറയാൻ പറ്റും. പിന്നെ എന്താണ് പറയാൻ പറ്റുക, ഇറ്റ് ഈസ് നോട്ട് ബൗണ്ടഡ് അല്ല നമുക്ക്. കാരണം ഈ റീജിയനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സർക്കിളിൻ്റെ ഉള്ളിലല്ലോ അത് വരുന്നത്, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് നോട്ട് ബൗണ്ടഡ് എന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് നോട്ട് ബൗണ്ടഡ് ഓൾസോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനെ പറ്റി പറയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്. ഇനി നെക്സ്റ്റ് അടുത്തത് മൂന്നാമത്തതാണ് മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് 1 പ്ലസ് മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് 1 ലെസ് ദാൻ 4. ഇതെന്ന് വരുമ്പോൾ അതെങ്ങനെയാണ് വരിക നോക്കാം കേട്ടോ. ദിസ് ഈസ് ദി, ഇങ്ങനെ രണ്ടായിട്ട് എടുക്കാം. ദിസ് ഈസ് ദി locus of the points, sum of whose distances from എന്താണ് 1 0 ആൻഡ് z plus 1 എന്ന് പറയുമ്പോൾ -1 0 ഈസ് 4. സം 4 ആണ്. മനസ്സിലായോ? ദാറ്റ് ഈസ് എന്താണ്, therefore modulus of z minus 1 plus modulus of z plus 1 equal to 4 represents ഇതെന്തായിരിക്കും അപ്പോൾ, എലിപ്സ് ആയിരിക്കും. എലിപ്സ് whose foci are 1 0 and -1 0 എന്ന് വരും. ആൻഡ് ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ് ഈസ് 4 വരും. അതായത് നോക്കൂട്ടോ, വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും എലിപ്സ്? -1 -2 1 2 ആണ്. ഓക്കെ, ഇത് 0, ഇത് 1, ഇത് 2, -2 വരും. അപ്പോൾ വരും, എലിപ്സ് ആയിട്ട് വരും കേട്ടോ. നിങ്ങൾ വൃത്തിയായിട്ട് വരച്ചോളൂ. ഇത് √3 ആയിരിക്കും മുകളിൽ, ഇത് -√3 ആയിരിക്കും. അതെങ്ങനെയാണ് വരിക വെച്ചാൽ, പിന്നെ മേജർ ആക്സിസ് എന്ന് ചെയ്ത് അല്ലേ, ഇതിൻ്റെ എന്താണ് ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് എന്തായിരിക്കും, 4 ആയിരിക്കും. അങ്ങനെ ആ രീതിയിലായിരിക്കും വരിക. അത് ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് ഈസ് 4 2 സോറി, ഇവിടെ -2 എന്ന് എടുക്കാം കേട്ടോ. ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് മേജർ ആക്സിസ് 4 ആയിരിക്കും. അപ്പം എന്താണ് മോഡുലസ് ഓഫ് z -1 പ്ലസ് മോഡുലസ് ഓഫ് z plus 1 ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ അതെന്താ, ഇതാണ് എലിപ്സാണ് ഇത് സാധനം. പക്ഷേ ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ എലിപ്സിൻ്റെ ഉള്ളിലാണ് വരിക അല്ലേ, എലിപ്സിൻ്റെ ഉള്ളിലുള്ള ഭാഗമായിരിക്കും ഇതായിരിക്കും.
ഇതാണ്. This therefore plus less than 4 represents the interior of the ellipse. ഈ എലിപ്സിന്റെ ഇന്റീരിയർ ആയിരിക്കും ഗിവൺ റീജിയൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ റീജിയനെ പറ്റി എന്തൊക്കെ പറയാം നമുക്ക്? ഓപ്പൺ ആണ്, ഏത് പോയിന്റ് എടുത്താലും അതിനെ ചുറ്റിയുള്ള നൈബർഹുഡ് അതിൻ്റെ ഉള്ളിൽ കിടക്കും. അപ്പോൾ ഓപ്പൺ ആയിരിക്കും റീജിയൻ. പിന്നെ എന്ത് പറയാൻ പറ്റും? ക്ലോസ്ഡ് ആണോ? ലിമിറ്റ് പോയിന്റ്സ് വരില്ല. ലെസ് ദാൻ 4 എന്നുള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുന്നില്ല, അതുകൊണ്ട് ലിമിറ്റ് പോയിന്റ്സ് വരുന്നില്ല. അപ്പം അതുകൊണ്ട് എന്ത് പറയാം? ബട്ട് നോട്ട് ക്ലോസ്ഡ്. ലിമിറ്റ് 4 കൂടെ വന്നു വെച്ചാൽ നമുക്ക് ക്ലോസ്ഡ് ആയേനെ. പിന്നെ അപ്പം എന്തുകൊണ്ട് ക്ലോസ്ഡ് അല്ല? സിൻസ് ബൗണ്ടറി അല്ലേ, ബൗണ്ടറി പോയിന്റ്സ് ആർ നോട്ട് included in the region. ബൗണ്ടറി പോയിന്റ്സിൽ വരുന്നില്ലാത്തതുകൊണ്ട്. പിന്നെ കണക്റ്റഡ് റീജിയൻ ആയിരിക്കും. ഏത് 2 പോയിന്റ്സ് എടുത്താലും അത് തമ്മിൽ നമുക്ക് ഒരു ലൈൻ വെച്ച് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ലൈൻ ഫുള്ളായിട്ട് ഇതിൽ തന്നെ കിടക്കും. അതുകൊണ്ട് എന്ത് പറയാം നമുക്ക് അതുകൊണ്ട് തന്നെ പറയാം കണക്റ്റഡ് ആണ്. കണക്റ്റഡ് റീജിയൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഓപ്പൺ കണക്റ്റഡ് റീജിയൻ ആയതുകൊണ്ട് ഡൊമൈൻ ആയിരിക്കും. പിന്നെ ബൗണ്ടഡ് ആണ്. എല്ലാവരും സർക്കിളിൻ്റെ ഉള്ളിലല്ലേ കിടക്കുന്നത് അല്ലേ? ബൗണ്ടറിയുടെ ഉള്ളിലല്ലേ അത് കിടക്കുന്നത്. എന്താ പറയാം? പിന്നെ സിൻസ് എവരി പോയിന്റ് ഓഫ് ദ റീജിയൻ ലൈസ് വിത്തിൻ ദ സർക്കിൾ മോഡ് z equal to 2, the region is bounded since it lies inside mod z equal to 2. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള തന്നിട്ട് പിന്നെ സ്കെച്ച് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മുടെ പോർഷൻ കഴിഞ്ഞു. ഇനി എല്ലാം നന്നായിട്ടൊക്കെ പഠിക്കുക കേട്ടോ. എല്ലാവരും ഇതുവരെ പഠിപ്പിച്ച എല്ലാം പഠിക്കുക. അപ്പോൾ ശരി, ഓൾ ദി ബെസ്റ്റ്.